ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് ദാളാണ്. ദാൽ പാലക്ക്, അതായത് ദാൾ വേണം. അതിന് കുറച്ച് പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടുന്നത് ടൊമാറ്റോ, പിന്നെ മല്ലിയില. അത് വളരെ നിർബന്ധമാണ്, കാരണം അതാ ടേസ്റ്റ് തരുന്നത് നമുക്ക്. പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറുജീരകം. ഇത്രയും സാധനമാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ ഉപ്പാവശ്യത്തിന്, വെളിച്ചെണ്ണ, ശക്കല എണ്ണ വേണം ഇതൊന്ന് താളിക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ദാൾ കഴുകി പ്രഷർ കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വരാം. ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെക്കുക. നല്ലവണ്ണം അതിൻ്റെ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അധികം എണ്ണ വേണ്ട, ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെറിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കുക. പല രീതിയിൽ ദാൾ വെക്കുന്നവരുണ്ട്. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ചെറിയ ജീരകം നന്നായിട്ട് ഒന്ന് ചൂടായി കഴിയുന്നതിന് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കണം. ജീരകം നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണം വരത്തുള്ളൂ. ഒരു ചെമ്പ് നിറം ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരുമിച്ച് അരച്ച് ക്യൂബ്സ് പോലെ ആക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് അത്യാവശ്യത്തിന് ഓരോ കഷ്ണം എടുക്കാൻ പറ്റുമല്ലോ. അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. സവാള, തക്കാളി എന്നിവയെല്ലാം ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് ചിക്കി എടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. പക്ഷേ ദാളിന് വേറെ ഒരു ടേസ്റ്റ് വരും അന്നേരം. ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുന്ന ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കണം. ഇളക്കി ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യമുള്ളതങ്ങ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാലക്കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം. അതും ഒന്ന് വെന്തഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, മസാല ഇടത്തുള്ളൂ. ഇതൊന്ന് വഴണ്ട് കഴിയുന്ന ഉടനെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പാലക്കിട്ട് കൊടുക്കുക. ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടത് പാലക്കാണ്. പാലക്കീര നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന സാധനം, പണ്ടൊന്നും കിട്ടത്തില്ല. ഇന്നിപ്പോൾ നമ്മൾ സുഖമായിട്ട് ഈ സാധനങ്ങളെല്ലാം കിട്ടും. അതൊക്കെ വളരെ നല്ല സാധനമാണ് ശരീരത്തിന്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ചപ്പാത്തിക്ക് ഒരു കറിയായിട്ടൊക്കെ നമ്മൾ എടുക്കുക. അല്ല ചോറിനായാലും നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് ടേസ്റ്റ് നമ്മുടെ പരിപ്പ് പോലെ ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് അടച്ച് വെക്കും. അടച്ച് വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് അവിഞ്ഞ് ശരിയാവും. നമ്മുടെ പാലക്കീര നല്ലവണ്ണം അവിഞ്ഞിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വേറെ കാര്യമൊന്നുമില്ല. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി നമ്മൾ യോജിപ്പിക്കുക. കരിഞ്ഞു പോകരുത്, സൂക്ഷിച്ച് അത് മാത്രം ഒന്ന് സൂക്ഷിച്ചോണം. നമ്മൾ കരിയാതെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വെക്കാം. നമ്മുടെ പരിപ്പ് വെന്ത് കഴിയുന്നുണ്ട്. അതിലേക്ക് ഇതിനെ ഇട്ട് ഒരു വിസിലൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള വരുവാണ്. അപ്പം തന്നെ ഞാൻ പരിപ്പെടുത്തുകൊണ്ട് വരട്ടെ.
നമ്മുടെ ദാല് നല്ലവണ്ണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക. പാലക്കും എല്ലാം കൂടി ഉള്ളത് നമ്മളിതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക. നമ്മൾ അന്നേരം നമ്മളുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ടേക്കണം. ഒന്ന് ചൂടാക്കി എടുത്തേക്കണം. എന്താ വെച്ചാൽ ഇതെല്ലാം വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് വലുതായിട്ട് ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാം നല്ലവണ്ണം വെന്ത സാധനങ്ങളാണ്. നമ്മൾ പരിപ്പായാലും പാലക്കായാലും എല്ലാം നല്ലവണ്ണം വേവിച്ച് വെച്ചേക്കുന്നതെല്ലാം. ഇനിയിപ്പം ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ചൂടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആ പച്ചയൊന്ന് കെട്ടുമാറാനായിട്ട് മാത്രം നമ്മളിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെയാണ് നിങ്ങളുടെ ജോലികൾ. നിങ്ങളിതെല്ലാം ചെയ്തു തരിക. താങ്ക്സ്. ഓക്കേ.